ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. 8ന്റെയും 9ന്റെയും 10ന്റെയും ക്രിസ്മസ് പരീക്ഷയുടെ ടൈം ടേബിൾ നമ്മുടെ സർക്കാർ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ടൈം ടേബിൾ ആണ് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം, എന്നാണ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 15-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അവസാനിക്കുന്നത് 23-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ആദ്യം 8ാം ക്ലാസ്സിൻ്റെയാണ് ഞാൻ പറയാൻ പോകുന്നത്. 15-ാം തീയതി ഉച്ചയ്ക്കാണ് പരീക്ഷ. ഒന്നാം ഭാഷ പേപ്പർ 1 ആണ്. മലയാളം ഫസ്റ്റ് പരീക്ഷ അല്ലെങ്കിൽ സംസ്കൃതം പോലുള്ള പരീക്ഷകൾ നടക്കുന്നത് 15-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ, 8ാം ക്ലാസ്സുകാർക്ക്. അതിനുശേഷം ചൊവ്വാഴ്ചയാണ്, ഗ്യാപ്പില്ല. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഇംഗ്ലീഷ് പരീക്ഷ. അതുപോലെ തന്നെ ബുധനാഴ്ച 2 പരീക്ഷ വരുന്നുണ്ട്. കലാകായികം ആർട്സിന്റെ ആ ഒരു എക്സാമിനേഷൻ വരുന്നുണ്ട്. അതുപോലെ ഉച്ചയ്ക്ക് ശേഷം ഹിന്ദിയുടെ എക്സാമിനേഷനും വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, പിന്നെയും ഗ്യാപ്പില്ല. വ്യാഴാഴ്ച തന്നെയാണ് 18-ാം തീയതി. നിങ്ങൾ നോക്കുക, സാമൂഹ്യ ശാസ്ത്രം അഥവാ SS ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, പരീക്ഷയായിട്ട് വരുന്നത് വ്യാഴാഴ്ച. അതിനുശേഷം വെള്ളിയാഴ്ച വരുന്നത് ഒന്നാം ഭാഷ പേപ്പർ 2. നിങ്ങൾക്ക് കാണാം എല്ലാ പരീക്ഷകളും ഉച്ചയ്ക്കാണ്. അതിനുശേഷം ശനി ഞായർ ദിവസങ്ങളിൽ അവധിയാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും ആ ഒരു സമയത്ത് ഒരു സമയവും നിങ്ങൾ വെറുതെ കളയാതെ ഇരുന്ന് പഠിക്കണം. തിങ്കളാഴ്ച നമുക്ക് വരുന്നത് ഉച്ചയ്ക്ക് ശേഷം വരുന്ന സബ്ജക്റ്റ് അടിസ്ഥാന ശാസ്ത്രം അഥവാ ബേസിക് സയൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. 1:30 മുതൽ 3:45 വരെയാണ് സമയം നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് ചൊവ്വാഴ്ചയാണ് പരീക്ഷ. ചൊവ്വാഴ്ച രാവിലെയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കണം. രാവിലെ മാത്സ് പരീക്ഷയാണ്. 10 മുതൽ 11:45 വരെയാണ് പരീക്ഷ. ഈ ഒരു ഭാഗം പലരും എന്ത് ചെയ്തു പോവും, മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. മാത്സ് പരീക്ഷ രാവിലെയാണ്. 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമ്മൾ കടക്കുന്നത് 9ാം ക്ലാസ്സിലേക്കാണ്. 9ാം ക്ലാസ്സിന്റെ ഫസ്റ്റ് പരീക്ഷ തന്നെ സോഷ്യൽ സയൻസ് ആണ്. നിങ്ങൾക്ക് കാണാം 15-ാം തീയതി സ്റ്റാർട്ടിങ് രാവിലെ സോഷ്യൽ സയൻസ്. അതിനുശേഷം ഹിന്ദി പരീക്ഷ, അതുപോലെ തന്നെ മലയാളം ഫസ്റ്റ് പരീക്ഷ. ഞാനും നിങ്ങളെ പോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു ടൈം ടേബിൾ കാണുന്നത്. ഹിന്ദിയും എന്ത് ചെയ്തിട്ടുണ്ട്, ഹിന്ദിയും മലയാളം ഫസ്റ്റ് അല്ലെങ്കിൽ സംസ്കൃതം പോലുള്ള ലാംഗ്വേജ് പരീക്ഷകൾ രണ്ടും ഒരുമിച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ടൈം ടേബിളിൽ തന്നിരിക്കുന്നത്. അതിനുശേഷം ബുധനാഴ്ച നമുക്ക് ആകെ ആർട്സിന്റെ കലാകായികത്തിന്റെ പരീക്ഷ രാവിലെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് റിലാക്സേഷൻ ആണ്. മറ്റുള്ള സബ്ജക്റ്റുകൾ പഠിക്കാനുള്ള ഒരു സമയം കൂടിയായിട്ട് നിങ്ങളത് കൺസിഡർ ചെയ്തിട്ട് ആ ഒരു സമയം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അതുപോലെ വ്യാഴാഴ്ച രാവിലെ വരുന്നത് മാത്സ് ആണ് കേട്ടോ. മാത്സ് രാവിലെ വരുന്നു. 10 മുതൽ 12:45 വരെയാണ് പരീക്ഷയുള്ളത്. അതിനുശേഷം വെള്ളിയാഴ്ച കെമിസ്ട്രിയും ഫിസിക്സും. അവിടെയാണ് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ സാധ്യത. ഞാൻ പറയുന്നു, കെമിസ്ട്രിയും ഫിസിക്സും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഗ്യാപ്പ് വരുമല്ലോ, ആർട്സിന്റെ ആ ഒരു എക്സാമിന്റെ സമയത്ത് ഗ്യാപ്പ് വരും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഇരുന്ന് അനലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ആ ഒരു സമയം കണ്ടെത്തിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ അതിനുശേഷം തിങ്കളാഴ്ചയാണ്. ഇവിടെ നമുക്ക് 2 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഇംഗ്ലീഷും ബയോളജിയും ഒറ്റ ദിവസമാണ് മക്കളെ പരീക്ഷ വരുന്നത്. അതിനുശേഷം 23-ാം തീയതി ചൊവ്വാഴ്ചയാണ് നമ്മുടെ പരീക്ഷ അവസാനിക്കുന്നത്. ഒന്നാം ഭാഷ പേപ്പർ 2 മലയാളം സെക്കൻഡ് പരീക്ഷയാണ് അവസാനിക്കുന്ന എക്സാമിനേഷൻ. 9ാം ക്ലാസ്സുകാരോടാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ 10ാം ക്ലാസ്സുകാരിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പരീക്ഷ തന്നെ നിങ്ങൾക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ആണ്. പക്ഷെ പഠിക്കാനുള്ള സമയം നിങ്ങൾ മുൻകൂട്ടി കണ്ടെത്തണം. നിങ്ങൾക്കറിയാം, ഇന്നത്തെ ഡേറ്റും നമ്മുടെ പരീക്ഷയ്ക്ക് ഇനി ഒരുപാട് ദിവസങ്ങളുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. അപ്പൊ മാത്സ് ആണ് ആദ്യത്തെ പരീക്ഷ. അന്ന് തന്നെ നമുക്ക് മലയാളം ഫസ്റ്റ് പോലുള്ള സാൻസ്ക്രിറ്റ് പോലുള്ള ലാംഗ്വേജ് വിഷയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം 15-ാം തീയതി മാത്സും മലയാളം ഫസ്റ്റ് അല്ലെങ്കിൽ സംസ്കൃതം പോലുള്ള പരീക്ഷയുണ്ട്. അതിനുശേഷം 16-ാം തീയതി ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ രാവിലെ. ഉച്ചയ്ക്ക് ശേഷം ഇല്ല. ഇനി നിങ്ങൾക്ക് കാണാം 17-ാം തീയതി ഉച്ചയ്ക്കാണ് പരീക്ഷ. ഒന്നാം ഭാഷ പേപ്പർ 2 അതായത് മലയാളം സെക്കൻഡ് പരീക്ഷ എന്നാണ് ഉച്ചയ്ക്കാണ്. 17-ാം തീയതി ഉച്ചയ്ക്കാണ് പരീക്ഷ വരുന്നത്. അതുപോലെ 18-ാം തീയതി 2 പരീക്ഷകളുണ്ട്, ഹിന്ദിയും അതുപോലെ തന്നെ ബയോളജിയും. ടൈം ടേബിളിന് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. ഞാൻ പറയുന്നുണ്ട് ഇവിടെ ഹിന്ദിയും ബയോളജിയുമാണ് എന്ത് ചെയ്യുന്നത്, വ്യാഴാഴ്ച നമുക്ക് വരുന്ന പരീക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, വെള്ളിയാഴ്ച ഫിസിക്സ് മാത്രമാണ് രാവിലെയാണ് പരീക്ഷ വരുന്നത്. ഫിസിക്സ് രാവിലെ വെള്ളിയാഴ്ച നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾ പോയിട്ട് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ശനിയും ഞായറും എന്താണ്, അവധിയാണ്. അതിനുശേഷം നമുക്ക് വരുന്നത് തിങ്കളാഴ്ച എന്താണ്, കെമിസ്ട്രി പരീക്ഷ രാവിലെ വരുന്നു. കെമിസ്ട്രി പരീക്ഷ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ഭാഗങ്ങളും സെറ്റാക്കി പഠിച്ചിട്ട് വേണം പോകാൻ. പിന്നെ വരുന്നത് 23-ാം തീയതിയാണ് നിങ്ങളുടെ അവസാന പരീക്ഷ. സോഷ്യൽ സയൻസ് ആണ്. പഠിക്കാനായിട്ട് ഗ്യാപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ശനി ഞായർ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സോഷ്യലും കൂടി നിർബന്ധമായിട്ടും പഠിച്ചിട്ട് വേണം ഇരിക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് സോഷ്യൽ പഠിക്കാനായിട്ട് പറ്റുള്ളൂ.
ഓക്കെ, യെസ്, ഇതാണ് നമുക്ക് തരുന്ന അപ്ഡേറ്റ്സ്. നിങ്ങൾക്ക് വേണ്ട ടൈം ടേബിൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ടൈം ടേബിൾ ഏറ്റവും വേഗത്തിലാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞാനത് കിട്ടിയ സമയത്ത് തന്നെ നിങ്ങളിലേക്ക് എന്ത് ചെയ്യാണ്, വീഡിയോ ആയിട്ട് തരികയാണ്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ട റിവിഷൻ പ്ലാനുകൾ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിവിഷൻ ക്ലാസ്സസും എന്തായിരിക്കും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. സോ താങ്ക് യു, അത്രേ പറയാനുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വയ്ക്കുക കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട്.